ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദൈവവചനത്തിൽ ദൈവമാതാവ്. ലത്തീൻ സഭയിൽ ജനുവരി 1 തീയതി പുതുവത്സര ദിനത്തിൽ ദൈവമാതാവിൻ്റെ മഹോത്സവമാണ് ആഘോഷിക്കുന്നത്. പൗരത്വ സഭകളിൽ സീറോ മലബാർ തുടങ്ങിയ പൗരത്വ സഭകളിൽ ജനുവരി 5 തീയതി ഈ ആഴ്ചയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ദൈവമാതാവ് എന്ന ആ സംജ്ഞയുടെ ബൈബിളിലുള്ള അതിൻ്റെ അടിസ്ഥാനം, സഭാചരിത്രത്തിൽ, പിന്നെ തെയോത്തോക്കോസ്, ക്രിസ്തുത്തോക്കോസ്, അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ദൈവമാതാവെന്ന് പറയണോ ക്രിസ്തുമാതാവെന്ന് പറയണോ? ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ പറയുകയാണ്. ഇത് വിശദമായി പഠിക്കാൻ ഇല്ലേ, കുറേ പേര് എൻ്റെ വീഡിയോ പഠിക്കാനായിട്ട് എഴുതി വെച്ച് അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അല്പം ദീർഘിച്ച് പോകുന്നത്. അത് പല പ്രാവശ്യം കേട്ട് നോട്ടെടുത്ത് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നമുക്ക് ആദ്യം ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് ഈ ദൈവമാതാവ് എന്ന് പറയുന്നതിൽ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ പെന്തക്കോസ്ത് ദൈവസഭക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ദൈവമാതാവ് എന്ന ആ സംജ്ഞ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് അവർ ഒരു ആരോപണം ഉന്നയിക്കാറുണ്ട്. അതിനവർ പറയുന്നൊരു ന്യായം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ലൂക്കായുടെ സുവിശേഷം 1:43 കർത്താവ് എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്യൂരിയോസ് എന്നാണ്. ക്യൂരിയോസ് നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒന്നുകൂടി വരും. ഈ ക്യൂരിയോസ് എന്ന വാക്കിന് ഗുരു എന്നും നാഥൻ എന്നുമാണ് അർത്ഥം. അതിനാൽ കർത്താവ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഗുരു, നാഥൻ എന്നൊക്കെയാണ്, അല്ലാതെ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യാഹ്വേ എന്ന അർത്ഥത്തിലല്ല എന്നാണ് അവരുടെ ആരോപണം. അപ്പോൾ ഇതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഈ എലിസബത്ത്, ഈ മറിയം എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ എലിസബത്താണ് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, പരിശുദ്ധ കന്യകാമറിയത്തെ എലിസബത്ത് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള യോഗ്യത എനിക്ക് എന്ത്? ഇതെങ്ങനെ സംഭവിച്ചു? ഈ തിരുവചന സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് കത്തോലിക്ക സഭ വിളിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വചനവിരുദ്ധമാണ്, തെറ്റാണ്, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതെല്ലാം മോശമാണ് എന്ന് വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ തുള്ളി വരുന്നവരുണ്ട്. അവർ പറയുന്ന കാരണം ഞാൻ പറഞ്ഞു. ക്യൂരിയോസ് എന്ന വാക്കിന് ഗുരു, നാഥൻ, യജമാനൻ, ഉടമസ്ഥൻ, ഉടയോൻ എന്നൊക്കെയാണ് അർത്ഥം. ഇങ്ങനെ പല അർത്ഥമുണ്ട്. കർത്താവ് എന്നും അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇച്ചിരി കൊണ്ട് വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഗുരു എന്ന വാക്കിന് അർത്ഥമുണ്ട്, നാഥൻ എന്നുണ്ട്, യജമാനൻ എന്നുണ്ട്, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായവും, അവിടെ 1-ാമത്തെ അധ്യായത്തിലാണ് ഈ 1:43 എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പറയുന്നത്. അവിടെ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് എന്ന് വരുന്ന ആ വാക്യങ്ങൾ, കർത്താവ് എന്ന വാക്യം ഇവിടെ മാത്രമല്ല 1-ാമത്തെ അധ്യായത്തിൽ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പരിശോധിക്കാം. അതായത് 1:43 ചുറ്റുമുള്ള സ്ഥലത്തൊക്കെ കർത്താവ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ അർത്ഥമാണുള്ളത്. കർത്താവ് നിന്നോട് കൂടെ എന്ന് ഗബ്രിയേൽ മാലാഖ പറയുന്നു. ലൂക്ക 1:28 കർത്താവ് നിന്നോട് കൂടെ. അവിടെ കർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം എന്നല്ലേ? അല്ലാതെ ഗുരു എന്നാണോ? അല്ലെങ്കിൽ നാഥൻ എന്നാണോ? ദൈവമായ കർത്താവ് നിന്നോട് കൂടെ എന്നല്ലേ അവിടെ 1:28 ഗബ്രിയേൽ മാലാഖ പറയുന്നത്? അവിടെ ഗുരു എന്ന അർത്ഥം ചേരില്ല, നാഥൻ എന്ന അർത്ഥം ചേരില്ല. ദൈവമയച്ച ഗബ്രിയേൽ മാലാഖ പറയാണ്, അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ലൂക്ക 1:32 ദൈവമായ കർത്താവ്. ഈ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പറയുന്നതിന് തൊട്ട് മുമ്പുള്ള വചനമാണ്. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ആർക്ക്? മറിയത്തിൻ്റെ മകന്. മറുപടിയായിട്ട് മറിയം എന്താ പറഞ്ഞത്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. 1:38 ഗബ്രിയേൽ മാലാഖയ്ക്ക് മറിയം കൊടുത്ത മറുപടി എന്താണ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അവിടെ ഗുരുവിൻ്റെ ദാസി, നാഥൻ്റെ ദാസി എന്നൊക്കെയാണ് അർത്ഥം. അല്ല. സ്തോത്രഗീതത്തിൽ ആദ്യത്തെ വരി എന്താണ്? മറിയം പറയുന്ന സ്തോത്രഗീതത്തിൽ മഗ്നിഫിക്കാത്ത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 1:46 അതായത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിച്ചത് എങ്ങനെ എന്ന് എലിസബത്ത് ചോദിച്ച അതിന് തൊട്ട് പിന്നാലെ മറിയം പാടുന്ന മഗ്നിഫിക്കാത്ത് എന്ന് പറഞ്ഞ സ്തോത്രഗീതത്തിൽ പറയാണ്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലൂക്ക 1:46
എലിസബത്ത് സ്നാപയോഹന്നാൻ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്തയോടുള്ള നാട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു. 1:58. 1:66 പറയാണ്, കർത്താവിൻ്റെ കൈ ഈ ശിശുവിനോട് കൂടെ, സ്നാപകൻ എന്ന ശിശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. സ്നാപകന്റെ അപ്പനായ സഖറിയാസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ട് പറയാണ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. 1:68. ചുരുക്കത്തിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന ആ സംജ്ഞ സുവിശേഷത്തിൽ വരുന്നത് ലൂക്ക 1:43 അതിന് മുമ്പിലും പുറകിലുമുള്ള സകല സ്ഥലത്തും കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവിനെ ഉദ്ദേശിക്കാനാണ്, ദൈവമായ കർത്താവിനെയാണ്. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കും കീരിയോസ് എന്നാണ്. ചുരുക്കത്തിൽ അവിടെ ഒന്നും തന്നെ ഗുരുവെന്നോ നാഥനെന്നോ എന്നല്ല അർത്ഥം, ദൈവമായ കർത്താവ് എന്ന് തന്നെയാണ്. അതിനാൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അമ്മ എന്ന് തന്നെയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന വാക്കിനർത്ഥം എൻ്റെ ദൈവമായ കർത്താവിൻ്റെ അമ്മ എന്ന് തന്നെയാണ്. ഇത് കത്തോലിക്ക സഭ കണ്ടുപിടിച്ചതല്ല, ഇത് നമ്മുടെ ബൈബിളിൽ കിടക്കുന്ന സംഗതിയാണ്. പക്ഷേ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. ആ അർത്ഥം ഗ്രഹിക്കാനായിട്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, നമ്മൾ അതിലേക്ക് വരുന്നു. അതിനു മുമ്പ് ഒരു ചെറിയൊരു സന്ദേശം ഞാൻ പറയുകയാണ്. ഇങ്ങനെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ആ അമ്മയെയാണ് യേശു താൻ സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും അമ്മയായിട്ട് നൽകിയത് കുരിശിൽ. അതുകൊണ്ട് തന്നെ യേശു സ്നേഹിക്കുന്ന ശിഷ്യന്മാരെല്ലാവരും കർത്താവിൻ്റെ അമ്മയെ, ദൈവമാതാവിനെ അവരുടെ ആധ്യാത്മിക മാതാവായിട്ട് സ്വീകരിക്കുന്നു, അന്നും ഇന്നും. അങ്ങനെ മറിയത്തെ കർത്താവിൻ്റെ അമ്മയായി, ദൈവമാതാവായി മറിയത്തെ സ്വീകരിക്കാത്ത ആരും തന്നെ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. യോഹന്നാന്റെ സുവിശേഷം 19:25 മുതൽ 27 വരെ യേശു സ്നേഹിച്ച ശിഷ്യൻ, യോഹന്നാൻ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യൻ, അവനോട് പറയാണ് ഇതാ നിന്റെ അമ്മ. ആ അമ്മ ആരാണ്? കർത്താവിൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നതാണ് എഴുതിയിരിക്കുന്നത്. നസറത്തിലെ മറിയമെന്നല്ല, യേശുവിൻ്റെ അമ്മ. ആ യേശുവിൻ്റെ അമ്മ കർത്താവിൻ്റെ അമ്മ എന്നാണ്, യേശുവിൻ്റെ അമ്മയെ കർത്താവിൻ്റെ അമ്മ എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ലൂക്ക 1:43. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ക്യൂരിയോസ് എന്ന വാക്കിന് ദൈവമായ കർത്താവ് എന്നാണ് അർത്ഥം, അല്ലാതെ ഗുരുവെന്നോ നാഥനെന്നോ അല്ല. അതിനാൽ ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാർ പറയുന്നത് പോലെ എൻ്റെ ഗുരുവിൻ്റെ അമ്മ, എൻ്റെ നാഥയുടെ അമ്മ എന്നൊന്നും പറഞ്ഞാൽ പോരാ, കർത്താവിൻ്റെ അമ്മ എന്ന് തന്നെ പറയണം. അവിടെ കർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമായ കർത്താവ് എന്നാണ്. പക്ഷെ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു വാക്കിന് ഒരു അർത്ഥമല്ല ഉള്ളത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപിതാവ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിനെ വിളിക്കുന്ന പോലെയാണ്, ഫാദർ ഓഫ് ദ നേഷൻ. എൻ്റെ അപ്പനെ ഫാദർ എന്ന് വിളിക്കുന്നു, അതുപോലെയാണ് ഫാദർ ഓഫ് ദ നേഷൻ. അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ഓരോ സന്ദർഭത്തിലും വാക്കുകൾക്ക് അർത്ഥമുണ്ട്. സന്ദർഭമാണ് വാക്കുകൾക്ക് അർത്ഥം കൊടുക്കുന്നത്. അവൻ്റെ കയ്യിലിരിപ്പ് കണ്ടോ എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് എന്നാണ് അർത്ഥം. അവൻ ഭയങ്കര വെള്ളമടിയ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വാക്കുകൾക്ക് ഓരോ സന്ദർഭത്തിലും ആ പറയുന്ന അനുസരിച്ച് അർത്ഥവ്യത്യാസമുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ദൈവമായ കർത്താവിൻ്റെ അമ്മ എന്ന് തന്നെയാണ്. അതേസമയം ദൈവമായ കർത്താവിനെ പ്രസവിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമുക്ക് എന്താ അർത്ഥമെന്ന് കാണാം. ഈ കർത്താവ് എന്ന വാക്ക് കുറച്ചുകൂടി നമുക്ക് വിശദമായിട്ട് കാണാം. ഏകസത്യ ദൈവത്തിൻ്റെ പേരാണ് യാഹ്വേ. ഏകസത്യ ദൈവത്തിൻ്റെ പേരാണ് യാഹ്വേ. പുറപ്പാട് 3-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ. അത് ദൈവം തന്നെ നേരിട്ട് വെളിപ്പെടുത്തിയ പേരാണ്. അവനോടുള്ള ആദരവ് നിമിത്തം യഹൂദന്മാർ BC 3-ാം നൂറ്റാണ്ട് മുതലെങ്കിലും യഹൂദന്മാർ ആ നാമം ഉച്ചരിക്കാറില്ല. അതിനു മുമ്പ് ഉച്ചരിക്കാറില്ലെന്നാണ് നമ്മൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ഏതായാലും 3-ാം നൂറ്റാണ്ട് BC, ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതലെങ്കിലും അങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്, തെളിവുകളുണ്ട്. അതിനാൽ യാഹ്വേ എന്ന നാമം എഴുതിയാലും ടെക്സ്റ്റിനകത്ത് എഴുതിയാലും അവിടേക്ക് യഹൂദന്മാർ ഉച്ചരിച്ചിരുന്നത് അദോണായി എന്നാണ്. അദോണായി. നിങ്ങൾ ഇസ്രായേലിലെ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ച് കാണും. യാഹ്വേ എന്ന് എഴുതും, പക്ഷെ ഉച്ചരിക്കുന്നത് അദോണായി എന്നാണ്. ആ അദോണായി എന്ന വാക്കിൻ്റെ അതിന് എൻ്റെ കർത്താവ് എന്ന് വരുമ്പോൾ അദോനി എന്നാവും. അദോണായി കർത്താവ്, അദോനി എൻ്റെ കർത്താവ്. അപ്പൊ യഹൂദ സ്ത്രീയായ എലിസബത്തും ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ളത്
അദോനി എന്നാണ്. അദോനി, എൻ്റെ അദോനിയുടെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ യാഹ്വയുടെ അമ്മ എന്നാണ് അവിടെ അർത്ഥം. എഴുതിയിരിക്കുന്നത് യാഹ്വ എന്നായിരിക്കും. ക്യൂരിയോസ് എന്നുള്ള ഹീബ്രുക്ക് തർജ്ജമ ചെയ്താൽ യാഹ്വ എന്നാണ് വരിക. യാഹ്വേ ഏകസത്യ ദൈവത്തിൻ്റെ പേരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏകസത്യ ദൈവത്തിന് ഒറ്റ പേരേ ഉള്ളൂ, അത് യാഹ്വയാണ്. നമ്മൾ ദൈവം എന്ന് പറയുന്നത് ആ ആളെ ഉദ്ദേശിക്കാൻ വേണ്ടി മാത്രമാണ്, പേരല്ലല്ലോ. ദൈവം ഇപ്പം അറബിയിൽ അള്ളാഹു എന്ന് പറയും. അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് അർത്ഥമുള്ളൂ, അതൊരു ദൈവത്തിൻ്റെ പേരൊന്നും അല്ലല്ലോ. അറബിയിൽ ഇപ്പോൾ അറബി നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ദൈവത്തിന് അള്ളാഹു എന്നല്ലേ പറയണേ. അത് ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെ പേരല്ലല്ലോ. അള്ളാഹു എന്ന് പറയുന്നത് അറബിയിലൊരു വാക്ക്, അത്രയേ ഉള്ളൂ. നമ്മൾ ദൈവം എന്ന് പറയണു, ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയണു, ജർമ്മനിൽ എന്താ പറയുക ഗോട്ട, അങ്ങനെയുള്ള അത്രയേ ഉള്ളൂ. പോളിഷ് ഭാഷയിൽ ബുക്ക് എന്ന് പറയും, ബുക്ക്. അപ്പം ഇങ്ങനെ ദൈവം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ഈ ഏല്. അതാണ് ഹീബ്രുവിൽ ഏൽ അല്ലെങ്കിൽ എലോഹിം. യാഹ്വ എന്നുള്ളത് ആ ദൈവത്തിൻ്റെ ഏകസത്യ ദൈവത്തിൻ്റെ പേരാ. അങ്ങനെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഏകസത്യ ദൈവം. അവനൊറ്റ പേരുള്ളത് യാഹ്വേ. ആ യാഹ്വ എന്ന വാക്ക് ഉച്ചരിക്കാൻ മടി കാണിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ബഹുമാനം. പണ്ട് നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരെ പേര് വിളിക്കില്ലല്ലോ, ഹേയ് ഹോയ് മക്കളുടെ അപ്പൻ എന്നൊക്കെയല്ലേ പറയുക. അത് ബഹുമാനം കൊണ്ടാണ്. ഇപ്പോഴാണ് പേര് വിളിക്കുന്ന രീതി വന്നത്. പണ്ട് ബഹുമാനം കൊണ്ടാണ് പേര് വിളിക്കാതിരിക്കുന്നത്. അത് ഈ ഹെബ്രായ പാരമ്പര്യമാണ്. ചുരുക്കത്തിൽ അദോനായി കർത്താവ്, അദോനി എൻ്റെ കർത്താവ്, അങ്ങനെയാണ് എലിസബത്ത് പറഞ്ഞിരിക്കുക. അതിനർത്ഥം യാഹ്വ എന്നാണ്, അതിനർത്ഥം കർത്താവ് എന്ന് തന്നെയാണ്. ദൈവമായ കർത്താവിൻ്റെ പേരാണ് അത്. തീർച്ചയായിട്ടും മറിയത്തെ കർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഏകസത്യ ദൈവത്തിൻ്റെ അമ്മ എന്നല്ല. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവം, ആ ദൈവത്തിൻ്റെ അമ്മ എന്നല്ല. മറിച്ച് അവരുടെ ഗർഭത്തിൽ മനുഷ്യനായി ജനിച്ചത് ദൈവം തന്നെയായ പുത്രനാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ അമ്മ അല്ലെങ്കിൽ ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല ദൈവമാതാവ് എന്ന വാക്കിനർത്ഥം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പറയുമ്പോഴും ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. മറിച്ച് അവളിൽ നിന്ന് ജനിച്ച ശിശു ദൈവം തന്നെയായ പുത്രനാണ്. ദൈവം തന്നെയായ പുത്രൻ, യോഹന്നാൻ 1:18, ഗോഡ് ഓൺലി സൺ, ഗോഡ് ദ ഓൺലി ബിഗോട്ടൻ സൺ, ദൈവം തന്നെയായ ഏകജാതൻ. ഞാനൊന്ന് ആവർത്തിക്കുക. ദൈവമാതാവ്, കർത്താവിൻ്റെ അമ്മ എന്നെല്ലാം പറയുമ്പോൾ ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. അങ്ങനെയാണ് പെന്തക്കോസ്ത് ദൈവസഭക്കാരും യഹോവസാക്ഷികളൊക്കെ മനസ്സിലാക്കുന്നത്. അത് തെറ്റാണ്. ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. ഞാൻ അത് ആവർത്തിക്കുന്നതിന് കാരണം 10 പ്രാവശ്യം ആവർത്തിച്ചിട്ട് പോലും പിന്നെയും ഈ തെറ്റ് തന്നെ ഞാൻ പറയുന്നതല്ല മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല ദൈവമാതാവ് എന്ന വാക്കിനർത്ഥം. ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവിനെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. മറിച്ച് അവളിൽ നിന്ന് ജനിച്ച, അവൾ പ്രസവിച്ചിട്ട ശിശു ദൈവം തന്നെയായ പുത്രനാണ്, ഏകജാതനാണ്. നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശു ദൈവപുത്രനായിരിക്കും എന്ന് ലൂക്ക 1:34-35 ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്. അവൻ ദൈവപുത്രൻ, ആ ദൈവപുത്രൻ ദൈവം തന്നെയായ ഏകജാതനാണ്. യോഹന്നാൻ 1:18. ആ ഏകജാതൻ ആദിയിലെ നിലനിന്നിരുന്ന ലോഗോസാണ്. ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. ആ ദൈവമായിരുന്ന ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യനായി. അത് മറിയത്തിലൂടെയാണ്. മറിയമാണ് അവന് മനുഷ്യത്വം കൊടുത്തത്. ദൈവം മനുഷ്യനാകുകയാണ്. അതിനാൽ ദൈവമായ ലോഗോസ് മാംസം ധരിക്കുന്നത് മറിയത്തിൽ നിന്നാണ്. അങ്ങനെ മറിയം 10 മാസം ചുമത്തണ്ടാണ് ജനിപ്പിക്കുന്നത്. അല്ലാതെ ഒരു കോഴിക്കോട് പോരുന്ന പോലെ മറിയം വരികയല്ല. മറിയം അമ്മയാണ്. നിന്റെ അമ്മയും ഞാനും നിന്റെ അപ്പനും ഞാനും എന്തുമാത്രം വ്യസനിച്ചു എന്നൊക്കെ ആ അമ്മയുടെ അധികാരം ഉപയോഗിച്ച് യേശുവിനോട് പറയുന്നുണ്ട്. ദൈവം തന്നെയാണ് അവൻ, പക്ഷെ അവനോട് പറയുന്നുണ്ട്, അമ്മയുടെ അധികാരം ഉപയോഗിക്കുന്നുണ്ട് അവള്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല ദൈവമാതാവ് എന്ന സംജ്ഞയുടെ അർത്ഥം. കർത്താവിൻ്റെ അമ്മ എന്ന വാക്കിനർത്ഥം കർത്താവിനെ പ്രസവിച്ചവൾ എന്നല്ല, അതായത് പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചവൾ എന്നല്ല. മറിച്ച് അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ ഏകജാതനാണ്.
ആദിയിലുണ്ടായിരുന്ന ലോഗോസ്, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ലോഗോസ്, ദൈവമായിരുന്ന ലോഗോസ് മാംസം ധരിച്ചത് മറിയത്തിൽ നിന്നാണ്. അവളിൽ നിന്ന് അവൻ ജനിച്ചു. യോഹന്നാൻ 1:1-14. അങ്ങനെ നമ്മുടെ ഇടയിൽ കൂടാരം അടിക്കാൻ വന്ന ദൈവമായ ലോഗോസ് മനുഷ്യനായി പിറന്നത് കന്യകാമറിയത്തിൽ നിന്നാണ്. നമ്മുടെ ഇടയിൽ കൂടാരം അടിക്കാൻ വന്ന ദൈവമായ ലോഗോസ് മനുഷ്യനായി ഗർഭം ധരിക്കപ്പെട്ട് മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന് 10 മാസം കഴിഞ്ഞ് മറിയം പ്രസവിച്ചു. അതെ, അവളിൽ നിന്ന് ജനിച്ചത് ദൈവം തന്നെയായ ഏകജാതനാണ് എന്നാണ് ദൈവമാതാവ് എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 4ാമത്തെ പ്രാവശ്യം ആവർത്തിക്കുക. അവളിൽ നിന്ന് ജനിച്ചത് ദൈവം തന്നെയായ ഏകജാതനാണ്. യോഹന്നാൻ 1:18, 1:1, 1:14. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഗബ്രിയേൽ മാലാഖ എന്ന് മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു സക്രിയാസിന്റെ വീട്ടിലെത്തി. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മ നിറഞ്ഞവളായി എലിസബത്ത് ഉദ്ഘോഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ലൂക്കാസ് സുവിശേഷം രചിച്ചത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പം അവിടെ കാണുന്ന എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നുള്ള ഗ്രീക്ക് പദസന്ധി ഹേ മേത്തർ ടു ക്യൂരിയു മു എന്നാണ്. ഹേ മേത്തർ ടു ക്യൂരിയു മു. ഹേ മേത്തർ ദ മദർ, ടു ക്യൂരിയു ഓഫ് ദ ലോർഡ് മു മൈ, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഹേ മേത്തർ ടു ക്യൂരിയു മു. ഹേ മേത്തർ ടു ക്യൂരിയു മു. മേത്തർ എന്നതിന് അമ്മ എന്നർത്ഥം, ക്യൂരിയോസ് എന്നതിന് കർത്താവ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. തൻ്റെ പേര് വെളിപ്പെടുത്തണമെന്ന് മോശ പിടിവാശിയോടെ ആവശ്യപ്പെട്ടു. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം വായിക്കുക. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അനിഷ്ടത്തോടെയാണെങ്കിലും ദൈവം ഒരു പേര് പറഞ്ഞു, എഹിയേ അഷർ എഹിയേ. എഹിയേ അഷർ എഹിയേ, ഞാൻ തന്നെ. ഇതിന് 19 തരത്തിലുള്ള അർത്ഥമുണ്ടെന്ന് ഞാനൊരു പുസ്തകത്തിൽ ദ നെയിം ഓഫ് ഗോഡ് എന്നൊരു പുസ്തകമുണ്ട് എൻ്റെ. ദ നെയിം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് എപ്പിത്തറ്റ്സ്. ദൈവത്തിൻ്റെ നാമവും പിന്നെ ദൈവത്തിനുള്ള വിശേഷണങ്ങൾ 200 ചില്ലാനും വിശേഷണങ്ങളുള്ള ഒരു പുസ്തകം ഞാൻ രചിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഈ എഹിയെ അഷർ എഹിയെ എന്ന വാക്കിന് എന്ന നാമത്തിന് നിരവധി അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം ഞാനൊന്ന് കാണിക്കാം. ഇംഗ്ലീഷിൽ ആണ് ആ പുസ്തകം. പോളിഷ് ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആ പുസ്തകം, ദ നെയിം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് എപ്പിത്തറ്റ്സ്. ദ നെയിം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് എപ്പിത്തറ്റ്സ്, യാഹ്വേ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നമ്മുടെ നാട്ടിൽ ബിബ്ലി അക്കാദമി ആളൂരിലത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഈ വാക്കിൻ്റെ എഹിയെ അഷർ എഹിയയുടെ 19 അർത്ഥങ്ങൾ, അതായത് പരിഭാഷയ്ക്ക് ഒട്ടും വഴങ്ങില്ല എന്ന് തെളിവാണത്. 19 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പരിഭാഷയ്ക്ക് വഴങ്ങാത്ത ഈ നിഗൂഢ വചനം അത് നമ്മൾ പൊതുവെ തർജ്ജമ ചെയ്യുന്നതാണ് ഞാൻ തന്നെ. ഞാൻ പറഞ്ഞല്ലോ 19 തരത്തിലെ തർജ്ജമ ചെയ്യാം. ഇതിൻ്റെ ഉത്തമ പുരുഷ രൂപമാണ് യാഹ്വേ. അവൻ ഞാനാണ്. ഐ ആം ഹി. ഐ ഹി എന്നതാണ് ശരിക്കും ഉള്ളൂ. ഐ ഹി, ഞാനാണ് അവൻ. ഞാൻ തന്നെ എന്നാണ് എഹിയെ അഷർ എഹിയെ. അത് ഞാൻ, അത് ഫസ്റ്റ് പേഴ്സൺ. തേർഡ് പേഴ്സൺ വരുമ്പോൾ അവനാണ് ഞാൻ, അവൻ ഞാനാണ്. ഐ ഹി, ഞാനാണ് അവൻ. അതാണ് യാഹ്വേ എന്ന വാക്കിനർത്ഥം. അപ്പോൾ എഹിയെ അഷർ എഹിയെ എന്ന് ദൈവം വെളിപ്പെടുത്തിയത് അത് 3:14, പുറപ്പാട് 3:14, 15, 16 വാക്കുകൾ നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അത് എഹിയെ അഷർ എഹിയെ, ഞാനായിരിക്കുന്നവൻ. എന്നിട്ട് പിന്നെ ദൈവം ഒന്നുകൂടി പറയാണ് യാഹ്വേ, അവനാണ് ഞാൻ, അങ്ങനെ ആയിരിക്കുന്നവൻ, അതാണ് എൻ്റെ പേര്. ഞാനാണ് അവൻ, അതാണ് എൻ്റെ പേര്. ആ അവൻ അയച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞിട്ടാണ് മോശ വിടുന്നത്. ഈ യാഹ്വേ എന്ന ഹീബ്രു വാക്ക് യഹോവ എന്ന് ഉച്ചാരണം പറ്റില്ല. അതൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവ സാക്ഷികൾ യഹോവ എന്ന വാക്ക് ഉച്ചരിക്കുന്നത് തെറ്റാണ്.
അങ്ങനെ ഉച്ചരിക്കാൻ കഴിയില്ല. യാഹ്വേ എന്ന വാക്ക് യാഹ്വേ എന്ന് തന്നെ ഉച്ചരിക്കാൻ പറ്റൂ, യഹോവ എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല. അത് അവർ തെറ്റായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഈ യാഹ്വേ എന്ന വാക്ക് സെപ്തജിന്ത പരിഭാഷക്കാർ, അതായത് BC 250 മുതൽ ഈ ഹീബ്രു ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യാൻ തുടങ്ങി യഹൂദ റബ്ബിമാർ. ആ യഹൂദ റബ്ബിമാർ അത് തർജ്ജമ ചെയ്തു, ഈ വാക്ക് തർജ്ജമ ചെയ്തു. ഒരു പേര് തർജ്ജമ ചെയ്യാൻ പാടുണ്ടെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അത് നമുക്ക് ദൈവനാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അത് വലിയൊരു നീണ്ട ചർച്ച ആവശ്യമുള്ളതാണ്. അവരേതായാലും തർജ്ജമ ചെയ്തു. അവർ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത വാക്കാണ് ക്യൂരിയോസ്. യാഹ്വേ എന്ന ദൈവനാമം സെപ്തജിന്ത പരിഭാഷക്കാര് ക്രിസ്തുവിന് മുമ്പ് പരിഭാഷപ്പെടുത്തിയ ആൾക്കാരുടെ കാര്യം പറയണേ. ആ സെപ്തജിന്ത പരിഭാഷയായിരുന്നു ആദിമസഭയുടെ ബൈബിള്. ആ സെപ്തജിന്ത പരിഭാഷക്കാര് യാഹ്വേ എന്ന ദൈവനാമം ക്യൂരിയോസ് എന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. ക്യൂരിയോസ് ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ് ലൂക്ക സുവിശേഷം എഴുതുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഞാൻ നേരത്തെ പറഞ്ഞു, എലിസബത്ത് മിക്കവാറും പറഞ്ഞിരിക്കുക അരാമിയ ഭാഷയിലോ അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിലോ അദോണി എന്നാണ്. യാഹ്വേ എന്നത് ഉച്ചരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് അവർ അദോണ എന്ന് ഉപയോഗിച്ചു. അതിൻ്റെ എൻ്റെ കർത്താവ് വൊക്കറ്റീവ് വരുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് വരുമ്പോൾ അദോനി, അതായിരിക്കും എലിസബത്ത് പറഞ്ഞിരിക്കുക. ലൂക്കാക്ക് ഈ പാരമ്പര്യങ്ങളെല്ലാം മറിയമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുത്ത് ഇല്ലേ, അങ്ങനെ മറിയം ജീവിച്ച നസ്രത്തിലാണ്. ഗ്രീക്ക് സംസാരിക്കുന്ന സ്ഥലമാണ് നസ്രത്തായിരുന്നേ. ഗലീലയിലെ ഈ സ്ഥലങ്ങളൊക്കെ ഗ്രീക്ക് സംസാരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മറിയം ഒരുപക്ഷെ ഗ്രീക്കിലോ അല്ലെങ്കിൽ അരാമയ്യ ഭാഷയിലോ പറഞ്ഞു കൊടുത്തു. ലൂക്ക ഏതായാലും ഈ സെപ്തജിന്ത പരിഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ക്യൂരിയോസ് എന്ന വാക്ക് അത് യാഹ്വേ എന്ന വാക്കിൻ്റെ അദോനി എന്ന വാക്കിൻ്റെ പരിഭാഷയാണ്. അതിനാൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ യാഹ്വയുടെ അമ്മ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ ഏകജാതനാണ് എന്നാണ്. അവളിൽ നിന്ന് ജനിച്ച ശിശു ദൈവം തന്നെയായ ഏകജാതനാണ്. ഇതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ അവളിൽ നിന്ന് ജനിച്ച ആ യേശുവിനെ നോക്കിയിട്ടാണ് യഹൂദനായിരുന്ന തോമാസ് ലീഗ പറഞ്ഞത്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അത് തോമസ് ലീഗ അരാമിയ ഭാഷയിൽ പറഞ്ഞെങ്കിൽ എലോഹിം എന്നും അദോണി എന്നും പറഞ്ഞിട്ടുണ്ടാവുക. എലോഹിം യാഹ്വേ, എലോഹിം യാഹു എന്ന് ഉച്ചരിക്കാതെ അദോണി എന്ന് ഉച്ചരിക്കും. ചുരുക്കത്തിൽ ഈ യേശുവിനെ നോക്കി അവനോട് പറഞ്ഞു, അവനെ നോക്കിയിട്ട് പറഞ്ഞു എന്നാണ്. യോഹന്നാൻ അങ്ങനെയാണ് എഴുതണേ. 20-ാമത്തെ അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങൾ, 24 മുതൽ 29 വരെ. ചുരുക്കത്തിൽ ഈ യേശു, മറിയത്തിന്റെ ശിശുവായ യേശുവിനെയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമസ് ലീഗ വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ? പെന്തക്കോസ്ത് ദൈവസഭക്കാരും യഹോവ സാക്ഷിയും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. എന്തിനാണ് ഞാൻ എല്ലാ ടോക്കിൽ ഇവരെ സൂചിപ്പിക്കുന്നത്? 2 കാരണങ്ങൾക്കാണ്. ഒന്ന്, അവർ ചെയ്യുന്ന കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, സുവിശേഷം പ്രഘോഷിക്കലൊക്കെ ഉണ്ട്. പക്ഷേ അത് സ്നാപക യോഹന്നാൻ ശിഷ്യന്മാരെ ഒരുക്കിയ പോലെ ആവുന്നുള്ളൂ. കാരണം അവർ നദിയിലും കുളത്തിലേക്കാണ് മുക്കണേ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനമില്ല, വെറും ജലസ്നാനേ ഉള്ളൂ. അപ്പോൾ സ്നാപക യോഹന്നാൻ ജനത്തെ ഒരുക്കിയതുപോലെ, യേശുവിലേക്കുള്ള ജനത്തെ ഒരുക്കിയതുപോലെ പെന്തക്കോസ്ത് ദൈവസഭക്കാരൊക്കെ ഒരുക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ, കുറെ പേരൊക്കെ അവർ കത്തോലിക്ക സഭ ചാക്കിട്ട് കൊണ്ടുപോയതാണ്. എന്നാലും അവർ ശരിക്കും മാമോദിസ സ്വീകരിച്ചിട്ടുള്ളവരായ തലമുറയാണെങ്കിൽ അവർ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെങ്ങനെ ഒരുക്കി, അത് ഒരുങ്ങിയാൽ പോരല്ലോ. സ്നാപക യോഹന്നാൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് തന്റെ ശിഷ്യന്മാരൊക്കെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഇതുപോലെ പെന്തക്കോസ്തക്കാരെ ഒരുക്കുന്ന ആളുകളെയൊക്കെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് കത്തോലിക്കർ അറിഞ്ഞിരിക്കണം അവർ പഠിപ്പിക്കുന്ന എന്താണ്, ശരിയായ പ്രബോധനം എന്താണ്. അല്ലാതെ പെന്തക്കോസ്ത് ദൈവസഭക്കാരുടെ ഒരു വിരോധം എനിക്കില്ല, അവരുടെ അങ്ങേറ്റം ബഹുമാനേ ഉള്ളൂ. ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് തെറ്റാന്ന് നമുക്കറിയാം. എങ്കിലും അതൊക്കെ അവർ തിരുത്തും. അപ്പോൾ അവർ ജനങ്ങളെ ഒരുക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ. ആ ഒരുക്കിയ ജനങ്ങളെ ലോകത്തിന്റെ പാപം ഏറ്റെടുക്കുന്ന കുഞ്ഞാടായ യേശുവിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അവർ യേശുവിന്റെ മാമോദിസം സ്വീകരിച്ചിട്ടില്ല. സ്നാപക യോഹന്നാന്റെ മാമോദിസം ജലസ്നാനം സ്വീകരിച്ചിട്ടുള്ളൂ. അത് യേശുവിന്റെ മാമോദിസം സ്വീകരിക്കാൻ വേണ്ടി അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ആ പ്രബോധനങ്ങൾ അവർ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവർ ഉള്ളിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് ശുദ്ധീകരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയും വേണം. ഇതുകൊണ്ടാണ്, അല്ലാണ്ട് അവരുടെ ദേഷ്യമുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലെ പോരായ്മ എന്താ നമ്മൾ സൂചിപ്പിക്കണം. അവർ നല്ല കാര്യങ്ങൾ സൂചിപ്പിക്കണം. പോരാ, അവരെ നമ്മുടെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് രക്ഷ പ്രാപിക്കുക. അതിന് വേണ്ട ശ്രമങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവരൊക്കെ അതിന് ശ്രമങ്ങൾ നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്.
ഈ യേശുവിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യം കൂടി, അതായത് ദൈവമാതാവ് എന്ന വാക്കിന്റെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. റോമാലേഖനത്തിലെ 1:4 നമ്മളിങ്ങനെ കാണുകയാണ്, പരിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനാണ് യേശുവെങ്കിലും ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചവരാണ് യേശു. റോമ 1:3. പരിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനാണ് യേശു. റോമ 1:4. എന്നാൽ ജഡപ്രകാരോ ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചവനാണ്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നവനാണ് യേശു. കൊളോസ്യ ലേഖനം 2:9. മാത്രമല്ല അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കാൻ ദൈവപിതാവ് തിരുമനസ്സായി. കൊളോസ്യ ലേഖനം 1:19. ചുരുക്കത്തിൽ യേശുവിന്റെ ആളത്വം ദൈവിക ആളത്വമാണ്. യേശു ഒറ്റ ആളാണ്, യേശു ഒരാള്. ആ ദൈവിക ആളത്വം, അവന്റെ ആളത്വം എന്ന് പറയുന്നത് ദൈവമാണ്. അതായത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്ന, ശാരീരിക രൂപത്തിൽ വസിക്കുന്നവനാണ് യേശു. അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കാനായിട്ട് ദൈവം തിരുമനസ്സായി. കൊളോസ്യ ലേഖനം 2:9, 1:19. അങ്ങനെ ഉള്ള ദൈവത്വം, ആളത്വം ദൈവികമായിരിക്കുന്ന യേശു, അവൻ ആ ആളിലേക്ക്, ആ ആളത്വത്തിന് ചേർന്ന ദൈവിക സ്വഭാവം ഉണ്ടല്ലോ, അവന്റെ ദൈവിക ആളത്വമാണുള്ളത്. ആ ദൈവിക ആളത്വത്തിന് ചേർന്ന ദൈവിക സ്വഭാവമുണ്ട്. ഈ ദൈവിക ആളത്വവും ദൈവസ്വഭാവമുള്ള ദൈവിക ആളത്വം അവനിലേക്ക് മനുഷ്യത്വം സ്വീകരിക്കുകയാണ്. മനുഷ്യത്വം. അപ്പോൾ യേശു ഒരാളും രണ്ട് സ്വഭാവവുമാണ്. നമ്മൾ പൗരസ്ത്യ സഭകളിൽ കുരിശ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കൈപിടിക്കുക. ഈ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിക്കും. ഇത് യേശു എന്ന ഒരാളുടെ രണ്ട് സ്വഭാവങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ കുരിശ് വരയ്ക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും വലത്തോട്ട് വെച്ചിട്ട് പിന്നെ ഇടത്തോട്ട് വയ്ക്കലാണ് പൗരസ്ത്യ രീതി. അതിനൊക്കെ ദൈവശാസ്ത്രമുണ്ട്. നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ, പൗരസ്ത്യ സഭയിലെ ആളുകൾ കുരിശ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ മൂന്ന് വിരലുകൾ ഇങ്ങനെ കൂട്ടി, ഇല്ലേ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസസത്യം. രണ്ടാമത്തെ വിശ്വാസസത്യമാണ് യേശു ഒരാൾ പക്ഷെ രണ്ട് സ്വഭാവം. അതാണ് ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കുരിശ് വരയ്ക്കുക. അപ്പോൾ യേശു ഒരാള് രണ്ട് സ്വഭാവം, ദൈവിക ആളത്വം, ആ ദൈവിക ആളത്വത്തിന് ചേർന്ന ദൈവ സ്വഭാവം, ആ ദൈവിക ആളത്വത്തിലേക്ക് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയാണ്. അപ്പൊ യേശു എന്ന് ഒരാള് രണ്ട് സ്വഭാവം, ഒരാള്. ഈ ആൾക്കാണ് മറിയം ജന്മം കൊടുക്കണേ. അവള് ജന്മം കൊടുക്കുന്നത് ആളത്വം. അവൻ ഇല്ലേ, ലോഗോസ് ആദിയിലെ വചനമുണ്ടായിരുന്നു, ആദിയിലെ ലോഗോസ് ഉണ്ടായിരുന്നു. ആദിയില്, അതായത് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവന് തുടക്കമില്ല, അവന് അവസാനമില്ല. ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. ആ ദൈവമായിരുന്ന ലോഗോസ്, ദൈവിക ആളത്വമുള്ള ലോഗോസ് മനുഷ്യനാകുകയാണ്. ആ മനുഷ്യ സ്വഭാവം കൊടുത്തത് മറിയമാണ്. പക്ഷെ ദൈവിക ആളത്വത്തിനാണ്. അപ്പം രണ്ട് ആളില്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ. ദൈവിക ആളത്വമുള്ള ദൈവിക സ്വഭാവമുള്ള ദൈവിക ആളത്വമുള്ള ആള് മനുഷ്യത്വം അവനിലേക്ക് സ്വീകരിക്കുന്നു. ആ മനുഷ്യത്വം കൊടുക്കുന്ന മറിയാണ്. പ്രസവിക്കുമ്പോൾ ഒരാളെ പ്രസവിക്കുന്നുള്ളൂ, ഒറ്റാള്, യേശു എന്ന ആള്. അത് ദൈവിക ആളാണ്. അവൻ മനുഷ്യ സ്വഭാവം തന്നിലേക്ക് ആഗിരണം ചെയ്തത് കൊണ്ട് അവന് മനുഷ്യ സ്വഭാവം ഉണ്ട്. പൂർണ്ണമായിട്ട് മനുഷ്യനാണ് അവൻ. പക്ഷെ യേശു രണ്ടാളല്ല, ഒറ്റ ആളാണ്. ഒരാള് രണ്ട് സ്വഭാവം. ഇതാണ് നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ പറയണേ, ഒരാള് രണ്ട് സ്വഭാവം. നമ്മൾ ചേർത്ത് വെക്കുന്നതിന് കാരണം ഒരാളാന്ന് കാണിക്കാൻ വേണ്ടിയാ. അങ്ങനെ ഒരാള്, അത് ദൈവിക ആളാണ്. ആ ദൈവിക ആളെയാണ് മറിയം പ്രസവിച്ചിടുന്നേ. മറിയം ഗർഭം ധരിക്കുന്നത്, 10 മാസം കൊണ്ട് നടന്നത്. അതിനാൽ മറിയത്തെ പരിചയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സ്വപ്നകളിൽ ഒന്നാണ് ദൈവമാതാവ്. ദൈവിക ആളത്വത്തിന് ചേർന്ന ദൈവ സ്വഭാവവും മനുഷ്യത്വത്തിന് ചേർന്ന മനുഷ്യ സ്വഭാവവും ഉള്ള ഒരേയൊരു ദൈവിക ആളാണ് യേശു. അങ്ങനെ ആളത്വം ദൈവികമായിരിക്കുന്ന വ്യക്തിയാണ് മറിയം ഉദരത്തിൽ ഗർഭം ധരിച്ചതും വഹിച്ചതും പ്രസവിച്ചതും. അതിനാൽ മറിയത്തെ അവതരിപ്പിക്കാനുള്ള, ചിഹ്നപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ശീർഷകങ്ങളിൽ ഒന്നാണ് ദൈവമാതാവ്. ശിശുവിനെ ഉദരത്തിൽ വഹിക്കുക മാത്രമല്ല, ലൂക്ക 11:27-28 മാനുഷികതയ്ക്ക് ആവശ്യമായ എല്ലാ ജനിതകങ്ങളും DNA,
അത് നൽകി ആര്? മറിയം. അതാണ് ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചവനെന്ന് പറയണേ. ആ ശിശുവിനെ പ്രസവിക്കുക, ലൂക്ക 2:1-7. ശിശുവിന് മുലയൂട്ടുക, ലൂക്ക 11:27-28. ഇങ്ങനെ അമ്മയാകാൻ ഒരു സ്ത്രീ ചെയ്യേണ്ട എല്ലാ സംഗതികളും മറിയം ചെയ്തു. നമ്മുടെ ചില സിനിമാ നടിമാർ ചെയ്യുന്നത് പോലെ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ വാടകയ്ക്ക് എടുത്ത് 2 കുട്ടികളെയോ 1 കുട്ടികളെയൊക്കെ കൊണ്ട് നടക്കുക, അങ്ങനെയല്ല മറിയം ചെയ്തത്. മുലയൂട്ടാൻ പറ്റുമോ ആ അമ്മയ്ക്ക്? പ്രസവിക്കാത്ത സ്ത്രീക്ക് കുപ്പിപ്പാലല്ലേ കൊടുക്കണേ, എത്രയൊക്കെ പുണ്യം എന്ന് പറഞ്ഞാലും. മറിയം അങ്ങനെയല്ല ചെയ്തത്. ഒരു സ്ത്രീ അമ്മയാകാൻ വേണ്ട സകല സംഗതികളും മറിയത്തിൽ സംഭവിച്ചു. ജനിച്ചത് ദൈവമായതുകൊണ്ട് പുരുഷന്റെ സംയോഗം ഇല്ലാതെ, പുരുഷന്റെ സഹകരണം ഇല്ലാതെയാണെന്ന് മാത്രം. അതാണ് അവിടെ അത്ഭുതം. ആ അത്ഭുതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ധ്യാനിച്ചു കഴിഞ്ഞു. ചുരുക്കത്തില് ദൈവവും കർത്താവുമായിരിക്കുന്ന ഒരേ ഒരാളെയാണ് മറിയം പ്രസവിച്ചത്. അവൻ തന്നിലേക്ക് മനുഷ്യത്വം സ്വീകരിച്ചതുകൊണ്ട് പൂർണ്ണ മനുഷ്യനാണ്. പക്ഷെ ഒരാളാണ്, ദൈവിക ആളാണ്. അപ്പൊ ദൈവിക ആളത്വം ദൈവികമായിരിക്കുന്ന ആളെയാണ്, ആ ശിശുവിനെയാണ് മറിയം ഗർഭം ധരിച്ചതും പ്രസവിച്ചതും. അതിനാൽ ദൈവമാതാവ് എന്ന ശീർഷകം വളരെ പ്രസക്തമാണ്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ദൈവത്തെ, പിതാവും പുത്രനും പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചു എന്നല്ല ദൈവമാതാവിന്റെ അർത്ഥം. മറിച്ച് അവളിൽ നിന്ന് ജനിച്ചവൻ പൂർണ്ണമായും ദൈവം തന്നെയായ പുത്രനായിരുന്നു എന്നാണ്. ദൈവം തന്നെയായ പുത്രൻ, അതുകൊണ്ട് നമ്മൾ പുത്രൻ തമ്പുരാൻ എന്ന് പറയണേ. പരിശുദ്ധ തൃത്വത്തിൽ 2ാമത്തെ ആള്, അതാണ് ഈ മറിയം പ്രസവിച്ചിട്ട് ശിശു. ആ ശിശുവിനെയാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമസ് വിളിച്ചത്. ആ കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് പറഞ്ഞത്. ആ വാക്കിന്, ക്യൂരിയസ് എന്ന വാക്കിന് യാഹ്വേ എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് 1ാമത്തെ അധ്യായത്തിൽ എല്ലാവിടെയും അതേ അർത്ഥമാണുള്ളത്. ഈ കാരണങ്ങളാൽ ഏഷ്യ മൈനറിലെ സ്മിർണയിൽ നിന്നുള്ള സഭാപിതാവ് ഇരണേവോസ് AD 130 202 അദ്ദേഹത്തിന്റെ കാലയളവ്. AD 130 202 അദ്ദേഹം മരിച്ചേ. പാഷാണ്ഡതകൾക്കെതിരെ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: The Virgin Mary, being obedient to his word, received from an angel the glad tidings that she would bear God. പാഷാണ്ഡതകൾക്കെതിരെ 5:19-1. ഞാനത് മലയാളം ഒന്ന് പരിഭാഷപ്പെടുത്തി നോക്കുകയാണ്. വചനത്തോട് വിധേയപ്പെട്ടപ്പോൾ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുമെന്ന ആനന്ദ വാർത്ത മാലാഖയിൽ നിന്ന് കന്യകാമറിയം സ്വീകരിച്ചു. ഞാൻ ഒന്ന് ആവർത്തിക്കുക. വചനത്തിന് വിധേയപ്പെട്ടപ്പോൾ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുമെന്ന സന്തോഷ വാർത്ത മാലാഖയിൽ നിന്ന് കന്യകാമറിയം സ്വീകരിച്ചു. ദൈവത്തെ ഉദരത്തിൽ വഹിക്കുമെന്ന 130 കാര്യം പറയണേ കേട്ടോ. AD 130. പെന്തക്കോസ്ത് ദൈവസഭക്കാരൊന്ന് പ്ലീസ് ഹൃദയം തുറന്ന് കേൾക്കണേ. നമുക്കിനി കുറച്ചുകൂടി പോകുക. തെയോത്തോക്കോസ് എന്ന വാക്ക് നമ്മൾ തുടക്കത്തിൽ തെയോത്തോക്കോസ് ആണോ ക്രിസ്തോത്തോക്കോസ് ആണോ അതിലേക്ക് ചർച്ച കൊണ്ടുപോകുകയാണ്. നമുക്കറിയാലോ, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ 24 വ്യക്തിഗത സഭകളാണ്. 23 പൗരത്വ സഭകളും ഒരു ലത്തീൻ സഭയും. എറണാകുളത്തെ വിമത ആത്മായ ഗുണ്ടകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇത് അറിയാം. അവർക്ക് മാത്രം അറിയില്ല, അവർക്ക് സഭ എന്താണെന്ന് അറിയില്ല. അവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ 23 വ്യക്തിഗത സഭകളാണ്. ഈ എറണാകുളത്തെ വിമത ആത്മായ ഗുണ്ടകൾക്ക് അറിയാത്തത് കൊണ്ടാണ് മാർപ്പാപ്പയുടെ കുർബാന ഞങ്ങൾക്ക് വേണം, മാർപ്പാപ്പയുടെ കുർബാന ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് നടക്കണേ. മാർപ്പാപ്പയുടെ കുർബാന എന്താണെന്നോ ലത്തീൻ സഭ എന്താണെന്നോ കത്തോലിക്ക സഭയിൽ 24 സഭകളുള്ള കാര്യം അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ഗുണ്ടകളാണല്ലോ. ഗുണ്ടകൾക്ക് ഇതൊക്കെ അറിയേണ്ട കാര്യം എന്തുണ്ട്? ഈ 24 സഭകളിലെ 23 പൗരത്വ സഭകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പൗരത്വ സഭകൾ മറിയത്തെ വിളിക്കുന്നത് തെയോത്തോക്കോസ് എന്നാണ്. തെയോത്തോക്കോസ് 2 വാക്കുകളുടെ സങ്കലനമാണ് ഈ ശീർഷകം. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, തോക്കോസ് എന്ന ഇതിന് നമുക്കൊരു കൃത്യം പരിഭാഷ എളുപ്പമല്ല. ഞാൻ ശൂനോയോ നോമ്പിൻ്റെ കുറേ മറിയ വിചിന്തനങ്ങൾ കൊടുത്തപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ തോക്കോസ് എന്ന വാക്കിന് ശിശുജനനം, ചൈൽഡ് ബർത്ത്, അല്ലെങ്കിൽ പർട്ടൂറീസിയോൺ, അതിന് എന്താ പ്രസവിക്കൽ എന്നാണ്, പാർട്ടിംഗ് എന്നാണ് ശരിക്ക്. കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ സ്ത്രീയുടെ യോനി ഇല്ലേ അങ്ങനെ വിഭജിക്ക് വരുന്ന
ആ അങ്ങനെ ഒരു അർത്ഥമുണ്ട് അതിനകത്ത്. പർട്ടൂറീസിയോൺ ലത്തീൻ എന്നുള്ള ഈ തർജ്ജമ ചെയ്തോണ്ട് അങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ ലത്തീൻ പഠിച്ചിട്ടുള്ള അച്ഛന്മാർക്കൊക്കെ ഒന്ന് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്രീ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്, പിന്നെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കൃത്യം എനിക്ക് കിട്ടുന്നില്ല. പ്രസവിക്കൽ എന്നാണ് വാക്കിനർത്ഥം. അല്ലെങ്കിൽ തോക്കോസിന് ഓസ്പ്രിങ്, സന്തതി എന്ന അർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ ഏകദേശം ഒരു തരതമ്യേ പറ്റുള്ളൂ തോക്കോസിന്. അപ്പൊ തെയോത്തോക്കോസിന് ശരിക്കും അർത്ഥം അവളുടെ ശിശു ദൈവമാണ് എന്നാണ്. അവളുടെ ശിശു ദൈവമാണ്. അപ്പൊ ദൈവമാതാവ് എന്ന വാക്കിനേക്കാളും കുറച്ചുകൂടി ചേർന്ന വാക്കാണ് തെയോത്തോക്കോസ്. പൗരത്വ സഭകൾ ഉപയോഗിക്കുന്ന തെയോത്തോക്കോസ്. അത് ദൈവമാതാവ് നമ്മൾ തർജ്ജമ ചെയ്താലും അങ്ങനെയല്ല അത് ശരിക്കും അത് അവളുടെ ശിശു ദൈവമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഒച്ചിനും കൂടി നല്ലൊരു തർജ്ജമ കൊടുക്കുകയാണെങ്കിൽ ദൈവമായിരുന്നവന് ജന്മം കൊടുത്തവൾ, ദൈവമായിരുന്നവന് ജന്മം കൊടുത്തവൾ. അപ്പൊ ദൈവമാതാവ് എന്ന് പറയുന്ന ആ വാക്കിനകത്തുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ, ആ കുഴപ്പമില്ല ഈ വാക്കിന്. ഏത് പൗരത്വ സഭകൾ ഉപയോഗിക്കുന്ന തെയോത്തോക്കോസ് എന്ന വാക്കിന്. കാരണം തോക്കോസ് എന്ന വാക്കിന് ഇതുപോലെ ശിശുജനനം അല്ലെങ്കിൽ പ്രസവിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. അതിനാൽ ദൈവമായിരുന്നവനെ പ്രസവിച്ചവൾ, ദൈവമായിരുന്നവന് ജന്മം കൊടുത്തവൾ എന്നൊക്കെയാണ് അർത്ഥം. ദൈവം മറിയത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നല്ല, മറിയത്തിൽ ജനിച്ചവൻ ദൈവമാണ് എന്നാണ് തെയോത്തോക്കസിന് അർത്ഥം. വ്യത്യാസം കണ്ടോ? ദൈവം മറിയത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നല്ല അർത്ഥം, മറിച്ച് മറിയത്തിൽ നിന്ന് ജനിച്ചവൻ പണ്ടേ ദൈവമായിരുന്നു. മറിയത്തിൽ നിന്ന് ജനിച്ചവൻ പണ്ടേ ദൈവമായിരുന്നു. ദൈവമായിരുന്നവന് ജന്മം കൊടുത്തവൾ, പണ്ടേ ദൈവമായിരുന്നു. അവൻ മനുഷ്യനായപ്പോൾ ആ മനുഷ്യൻ ദൈവവും മനുഷ്യനുമായവന് ജന്മം കൊടുത്തവൾ എന്നാണ് ഈ വാക്കിനർത്ഥം. തെയോത്തോക്കോസ് മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ അമ്മയാണ് മറിയം. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച ആ ദൈവത്തിന്റെ അമ്മയാണ് മറിയം. യേശുവിന്റെ ദൈവത്വം മറിയത്തിൽ നിന്നല്ല, യേശുവിന്റെ ദൈവത്വം മറിയത്തിൽ നിന്നല്ല. എന്നാൽ ദൈവമായ യേശുവിന്റെ മനുഷ്യത്വം മറിയത്തിൽ നിന്നാണ്. അതേസമയം യേശു ഒരാളാണ്, രണ്ടാളല്ല. ഞാൻ ഒന്നുകൂടി പറയാണ്, യേശുവിന്റെ ദൈവത്വം മറിയത്തിൽ നിന്നല്ല, യേശുവിന്റെ മനുഷ്യത്വം മറിയത്തിൽ നിന്നാണ്. പക്ഷേ യേശു ഒറ്റ ആളാണ്, ഒറ്റ ദൈവിക ആളാണ്. ഒരു ദൈവിക ആള്, അവന് ദൈവിക ആളത്വം ചേർന്ന ദൈവസ്വഭാവം, പിന്നെ ആ ദൈവിക ആളത്വത്തിലേക്ക് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയാണ്. അപ്പോഴും ഒരാളേ ഉള്ളൂ, രണ്ട് സ്വഭാവം. ഇത് സൈക്കോളജിയിലെ ദ്വന്ദ്വ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ല. ഇത് ദൈവത്തിന്റെ രഹസ്യമാണിത്, ദൈവം മനുഷ്യനാക്കുന്ന രഹസ്യമാണ്. അല്ലാണ്ട് ഇവിടെ മനഃശാസ്ത്ര രോഗം നമ്മുടേക്ക് കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല. ആ തരത്തിലല്ല മനസ്സിലാക്കേണ്ടത്. ഒരാൾ രണ്ട് സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് രോഗമാണ്, ദ്വന്ദ്വ വ്യക്തിത്വം രോഗമാണെന്നൊന്നും വ്യാഖ്യാനിച്ചേക്കരുത്. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ രഹസ്യമാണ് കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കുക. ചുരുക്കത്തിൽ ഒരേ സമയം ദൈവവും മനുഷ്യനും ആയിരിക്കുന്ന ആൾക്ക് ആ ആളാണ് മറിയത്തിൽ നിന്ന് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവളെ ദൈവമാതാവെന്ന് വിളിക്കണം. കാരണം യേശുവിന്റെ ആളത്വം ദൈവിക ആളത്വമാണ്. ഈ ദൈവമാതാവ് എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ വേറെ വാക്കുകളുണ്ട്. തെയോത്തോക്കോസ് അല്ലാതെ, തെയോത്തോക്കോസ് വളരെ സൂപ്പർ വാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ ദൈവമാതാവ് എന്ന വാക്കിന്, ആ ദൈവമാതാവ് എന്ന അർത്ഥത്തിൽ ഗ്രീക്കിൽ വേറെ വാക്കുകളുണ്ട്. മേത്തർ തെവു, മേത്തർ ഇല്ലേ അമ്മ, മാതാവ്, തെവു ഗോഡ്, മദർ ഓഫ് ഗോഡ്. മേത്തർ തെവു മദർ ഓഫ് ഗോഡ് തന്നെയുണ്ട്. ദൈവത്തിന്റെ അമ്മ ഇല്ലേ, അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ആ വാക്കല്ല നമ്മൾ ഉപയോഗിക്കണേ പൗരത്വ സഭകള്, മറിച്ച് തെയോത്തോക്കോസ് എന്നാണ്. ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സൂര്യദോസുകൾ മുഴുവൻ പൗരസ്ത്യ നാട്ടിലായിരുന്നു. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ മുഴുവൻ രൂപപ്പെട്ടത് പൗരസ്ത്യ നാട്ടിലാണ്. പൗരസ്ത്യ നാട്ടിലാണ് ഈ ക്രിസ്തു രഹസ്യങ്ങളും മാതാവിന്റെ രഹസ്യങ്ങളും ഏറ്റവും കൂലങ്കഷമായി ചർച്ച ചെയ്തത്. ഇപ്പോൾ അതെല്ലാം വളരെ ഗൗരവത്തോടെ എടുക്കുന്നത് പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകൾ ഇതൊന്നും ഗൗരവത്തോടെ എടുക്കാതെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയും ചെയ്യുന്നു. ഇത് ഒരു തിരിച്ചുവരവിനുള്ള സമയമാണ്. തിരിച്ചുവരവിനുള്ള സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ എറിയാൻ അറിയുന്നതിൽ വടി കൊടുക്കണമെന്ന് പറഞ്ഞ പോലെയാണ് കഥ. സ്വതന്ത്ര അധികാര സഭ വന്നിട്ട് സ്വതന്ത്രമായിട്ട് അധികാരമില്ല, ഭരിക്കാൻ അറിയാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ അടിമയായിട്ട് മാറും. ഈ പൗരസ്ത്യ സഭകൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു അപകടം അതാണ്. ഭരിക്കാൻ അറിഞ്ഞുകൂടാ. സ്വതന്ത്ര അധികാര സഭ എന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് ഭരിക്കാൻ അറിയണം. അത് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടിമയാകാനാണ് വിധി. ഈ ഒരു താലന്ത് കൊടുത്തു, അവനത് ഉപയോഗിച്ചില്ല, കുഴിച്ചിട്ടു. ആ താലന്ത് തിരിച്ചെടുത്തു ദൈവം. ഇനി അവനെങ്ങനെ ജീവിക്കും?
അവൻ മറ്റുള്ളവർ അല്ലേ ഭിക്ഷക്കാരനായിട്ട് ധർമ്മം തെണ്ടി ഭിക്ഷക്കാരനായി നടക്കണം, മറ്റുള്ളവർ അടിമയായിരിക്കാൻ അവൻ്റെ യോഗം. ഇത് നമ്മുടെ സഭയ്ക്ക് സംഭവിക്കാം. അതുകൊണ്ടാണ് ഈ ഇത്രയും നമ്മൾ ഇത് പഠിപ്പിക്കുന്നതിന് കാരണം ഇതിൻ്റെ നമ്മുടെ ഉറവിടങ്ങളുടെ ആഴം സമ്പത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ അഭിമാനം കൊള്ളുകയും അതിൽ ഈ പുഴുക്കുത്തുകളൊക്കെ മാറ്റി നമ്മുടെ സഭയുടെ തനിമ അത് വളരെ സമ്പന്നമായ പാരമ്പര്യമുള്ള തനിമ അത് നിലനിർത്താൻ വേണ്ട ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ അത് നമുക്ക് ഉണ്ടാകണം. അതിനൊക്കെ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ കേൾക്കുന്നവരെല്ലാവരും നമ്മുടെ ഈ സഭയിൽ നിങ്ങളുടേതായ സംഭാവന ചൊന്നാൽ ദൈവശാസ്ത്ര സംഭാവന നിങ്ങൾ ചെയ്യണം എന്ന് കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ദൈവമായിരുന്നവനെ പ്രസവിച്ചവൾ, അതാണ് തെയോത്തോക്കസിനർത്ഥം. ഹു ഗേവ് ബർത്ത് ടു ദ വൺ ഹു വാസ് ഗോഡ്. തെയോത്തോക്കോസ്. മേത്തർ തെയ്വ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അമ്മാന. അതിനേക്കാൾ നല്ല വാക്കാണ് തെയോത്തോക്കോസ്. കാരണം എന്താണ്? ദൈവമായിരുന്നവനെ പ്രസവിച്ചവൾ എന്നാണ് ആ വാക്കിനർത്ഥം. വേറൊരു വാക്കുണ്ട് ഗ്രീക്കിൽ, തെയോഫോറോസ്. ഒരു വിശുദ്ധനെയൊക്കെ തെയോഫോറോസ് എന്ന് വിളിക്കുന്നുണ്ട്. തെയോഫോറോസ് എന്ന വാക്കിന് ഗോഡ് ബെയറർ എന്നാണ് അർത്ഥം. ഗോഡ് ബെയറർ, ദൈവവാഹക. അതായത് ആരുടെ ശിശുവാണോ ദൈവമായിരുന്നത് അവൾ എന്നർത്ഥം. ഹൂസ് ചൈൽഡ് വാസ് ഗോഡ്. പക്ഷേ ഇത് ചില വിശുദ്ധന്മാർക്കെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ദൈവവാഹക എന്നുള്ള വാഹകൻ, ദൈവവാഹക. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ ദൈവവും മനുഷ്യനും പാപമില്ലാതിരുന്ന ആ യേശുവിനെയാണ് നമ്മൾ സ്വീകരിക്കണേ. അപ്പം നമ്മളും ദൈവവാഹകരാണ്. ഞാൻ പല ടോക്കിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന സക്രാരിയാണ്. സക്രാരിലിരിക്കുന്ന അതേ കർത്താവിനെ നമ്മൾ സ്വീകരിക്കണേ. അപ്പം നമ്മളും അതാ സ്വീകരിക്കുന്ന കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളും ദൈവവാഹകരാകുകയാണ്. അപ്പം അതിനാൽ തെയോഫോറസ് വാക്കുണ്ട്, ദൈവവാഹക. പക്ഷെ അത് മറിയത്തിന് ഉപയോഗിച്ചാൽ അത് പോരാണ്ട് വരും. അതുകൊണ്ടാണ് തെയോത്തോക്കോസ് തന്നെ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ മേത്തർ തെവും പിന്നെ തെയോഫോറസ് ഇതൊക്കെ ലത്തീൻ സഭയിൽ നിലനിന്നിരുന്ന വാക്കുകളാണ്. പൗരത്വ സഭയിൽ തെയോത്തോക്കോസ് എന്നാണ്. ആ തെയോത്തോക്കോസ് എന്ന വാക്കിൻ്റെ അത്രയും ആഴം മറ്റു വാക്കുകൾക്കൊന്നും ഇല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് വിചാരിച്ചാൽ അതെന്നെ മോശമാണെന്നല്ല. പക്ഷേ ചില വാക്കുകൾക്ക് അതിൻ്റെ തനിമയുണ്ടല്ലോ, അതിൻ്റെ എന്താ പറയുക, അദ്വിതീയ സ്ഥാനം, അതുല്യത, മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് ഈ തെയോത്തോക്കസിനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മറിയത്തെ തനിച്ച് ചിത്രീകരിക്കുന്ന രീതി വളരെ കുറവായിരുന്നു ഐക്കണുകളിൽ. മറിയത്തെ എപ്പോഴും യേശുവിൻ്റെ കൂടെയാണ്. കാരണം യേശുവിനോട് ബന്ധപ്പെട്ടാണ് മറിയത്തിൻ്റെ എല്ലാ പ്രസക്തി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തെയോത്തോക്കോസ് എന്നുള്ള ആ ഐക്കണിലെ മിക്ക ഐക്കണുകളിലും അമ്മയും മകനും ഒരുമിച്ചാണ്. ദൈവവും മനുഷ്യനുമായ കുഞ്ഞും അവനെ പ്രസവിച്ച അമ്മയും അങ്ങനെയാണ്. പിന്നീട് പാശ്ചാത്യ സഭയിൽ മെഡോണയും ഇല്ലേ, മെഡോണ എന്ന് പറഞ്ഞാൽ അമ്മയും മകനെന്നാണ്. രണ്ടുപേരും. മെഡോണ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയല്ല. മെഡോണ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയും മകനും. ആ സംജ്ഞ പ്രചാരത്തിലായത് പിന്നീടാണ്. പക്ഷേ തെയോത്തോക്കസിന്റെ സ്വാധീനമാണ് ഈ മെഡോണ എന്ന ആ വാക്ക് പ്രചാരത്തിലാകാൻ, പാശ്ചാത്യ സഭയിൽ പ്രചാരത്തിലാകാൻ കാരണം. ഒരു കാര്യം കൂടി തെയോത്തോക്കസിനെ കുറിച്ച് പറയട്ടെ. ഈ ക്രിസ്തുധർമ്മത്തിലെ ഏറ്റവും പ്രാചീനമായ ലിറ്റർജിയാണ് അദ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫറ. അതായത് സീറോ മലബാർ സഭയിലെ 3 അനാഫറകളിൽ ഒരു അനാഫറ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അനാഫറ. ക്രിസ്തുധർമ്മത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ലിറ്റർജിയാണ്. അതായത് ക്രിസ്തുധർമ്മത്തിലെ ഡിഡാഹെ, സഭയിലെ ലിറ്റർജി എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആദ്യത്തെ രേഖയാണ് ഡിഡാഹെ. AD 100 അത് എഴുതപ്പെട്ടത്. അതിൽ കാണുന്ന അനാഫ്രയോട് സാമ്യമുള്ള പൊരുത്തപ്പെടാവുന്ന അനാഫ്രയാണ് ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരുള്ള അനാഫ്ര. അതിൻ്റെ വളരെ നിയതമായ രൂപമൊക്കെ 3-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും വന്നിരിക്കുക. പക്ഷേ അതിൻ്റെ ന്യൂക്ലിയസ് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുണ്ടായതാണ്. ഈ അദ്ദായി മാറി അനാഫ്രയുടെ ന്യൂക്ലിയസ് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ എന്ന് വെച്ചാൽ യോഹന്നാൻ സ്ലീഹൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ സമയത്ത് അതിൻ്റെ ന്യൂക്ലിയസ് രൂപപ്പെട്ടു. ആ പൗരത്യ സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഈ മറിയത്തെ വിശേഷിപ്പിക്കുന്നത്, ഈ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്നത് യൽദത്ത് ആലാഹ എന്നാണ്. യൽദത്ത് ആലാഹ. 2 പദസന്ധികളിലെയും അർത്ഥം ഒന്ന് തന്നെ, തെയോത്തോക്കോസ്. യൽദത്ത് ആലാഹ എന്ന് വെച്ചാൽ തെയോത്തോക്കോസ്, ദൈവവാഹക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ദൈവവാഹക എന്ന് പറയുന്നതിനേക്കാൾ നല്ല വാക്ക് ഞാൻ പറഞ്ഞത് ദൈവമായിരുന്നവന്
ജന്മം കൊടുത്തവൾ. പണ്ടേ ദൈവമായിരുന്നവന് ഇല്ലേ മനുഷ്യ ജന്മം കൊടുത്തവൾ. പക്ഷേ ഒരാളാണ് അവൻ, ഒറ്റ ആള്. രണ്ട് സ്വഭാവമാണെങ്കിലും ഒറ്റ ആള്. ഇത്രയും പ്രാചീനമായ ലിറ്റർജിയിൽ, അതായത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ രൂപം പ്രാപിച്ച ലിറ്റർജി, കുർബാനയുടെ ആരാധനക്രമത്തിൽ മറിയത്തെ യൽദത്ത് ആലാഹ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, തയോത്തോക്കസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ യൽദത്ത് ആലാഹ എന്ന് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ. നിങ്ങൾക്ക് കേൾക്കുന്നിട്ട് ഇല്ലേ വിസ്മയം കൊള്ളുന്നില്ലേ? എത്ര പ്രാചീനമാണ് ഈ ഈ ഈ ഈ ശീർഷകം, ദൈവമാതാവ് എന്ന ശീർഷകം ലിറ്റർജിയിൽ. വചനത്തിൽ നിന്ന് ഇല്ലേ, വചനം ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ. ദൈവവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ. ആ കൂദാശയിലെ അതിന് ലിറ്റർജി എന്ന് പറഞ്ഞാൽ കൂദാശയാണ്, ആരാധനക്രമം. അതിൽ 1-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ മറിയത്തെ യൽദത്താലാഹ തെയോത്തോക്കോസ്, ദൈവമാതാവ് എന്ന് വിളിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ദൈവമാതാവ് എന്ന അതിനേക്കാളും ബെറ്റർ തർജ്ജമ, നമുക്ക് തർജ്ജമ പ്രയാസമുള്ളതുകൊണ്ട് തെയോത്തോക്കോസ് എന്ന് വിളിക്കുക തന്നെയാണ് നല്ലത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം തെയോത്തോക്കോസും പിന്നെ ക്രിസ്തത്തോക്കോസ് എന്നുള്ള വാക്ക് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പാശ്ചാത്യ സുറിയാനി സഭകളും ബൈസന്റിയൻ സഭകളൊക്കെ ഉപയോഗിക്കുന്ന അനാഫറ യാക്കോബിന്റെ ലിറ്റർജിയാണ്. 4-ാം നൂറ്റാണ്ടിലാണ് അത് അന്തിമ രൂപം പ്രാപിച്ചത്. പക്ഷേ ജെറൂസലേമിലും ഈജിപ്തിലൊക്കെ നിലനിന്നിരുന്ന ലിറ്റർജിയാണ് ഇതുപോലെ വികസിച്ചത്. അതിനർത്ഥം 2-ാം നൂറ്റാണ്ടിലെങ്കിലും ഇത് ഉത്ഭവിച്ചതാണ് ഈ യാക്കോബിന്റെ ലിറ്റർജി. ഈ യാക്കോബിന്റെ ലിറ്റർജി അത് ഞാൻ മനസ്സിലാക്കുന്നത് പാശ്ചാത്യ സുറിയാനി ആയിരിക്കണം. അതിനകത്ത് യൽദോത്ത് ആലോഹ്യം എന്നാണ് ഉപയോഗിക്കുന്നത്. പൗരസ്ത്യ സുറിയാനിയിൽ യൽദത്ത് ആലാഹ എന്നാണെങ്കിൽ പാശ്ചാത്യ സുറിയാനിയിൽ യൽദോത്ത് ആലോഹോ. അർത്ഥം ഒന്ന് തന്നെ. എന്താണ്? തെയോത്തോക്കോസ്. ദൈവമായിരുന്നവന് ജന്മം കൊടുത്തവൾ. പണ്ടേ ദൈവമായിരുന്നവന്, അനാദിമൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ജനിച്ചത് അവളിൽ നിന്ന്. പക്ഷെ അവൻ ഒരാളാണ്. രണ്ട് സ്വഭാവമാണെങ്കിലും ഒറ്റ ആളാണ്. തോമസ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച ഒരേ ഒരാൾ യേശു. കത്തോലിക്ക സഭയിലെ പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള 4 വലിയ സഭാപിതാക്കന്മാരിൽ ഒരാളാണ് അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ്. 290, 373 കാലയളവ് അദ്ദേഹം ജീവിച്ചിരുന്നത്, ക്രിസ്തുവർഷം. അദ്ദേഹത്തെ സഭയുടെ നെടുന്തൂൺ എന്നാണ് ഗ്രിഗറി നട്സിയാൻസൻ വിളിച്ചത്. ആ അത്തനാസിയോസിൻ്റെ പ്രസിദ്ധമായൊരു പ്രഖ്യാപനമുണ്ട്. യേശു ക്രിസ്തു പൂർണ്ണമായും ദൈവമാണ്, പൂർണ്ണമായും മനുഷ്യനാണ്. മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ചുകൂട്ടിയ നിക്കായിലെ 1-ാമത്തെ സൂനകദോസ് AD 325 ഈ പ്രഖ്യാപനം കൂലങ്കഷമായി ചർച്ച ചെയ്ത് അംഗീകരിച്ചു. യേശു ക്രിസ്തു പൂർണ്ണമായും ദൈവമാണ്, പൂർണ്ണമായും മനുഷ്യനാണ്. ദൈവപിതാവിൻ്റെ സത്ത തന്നെയാണ് ദൈവപുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളത്. അതിനാൽ സത്തയിൽ ഒന്നും ആളത്വത്തിൽ 3 ആയ ദൈവം, സത്തയിൽ 1 ആളത്വത്തിൽ 3 ഏകസത്യ ദൈവം, ഇതിനെയാണ് പരിശുദ്ധ തൃത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്. സത്തയിൽ 1 ആളത്വത്തിൽ 3. അപ്പോൾ പിതാവ് ആളാണ്, പുത്രൻ ആളാണ്, പരിശുദ്ധാത്മാവ് ആളാണ്. പക്ഷേ അവരെല്ലാവരും സത്ത ഒന്നാണ്, ദൈവിക സത്തയാണ്. അതിനാൽ ഒരു ദൈവമുള്ളൂ. ഒരു ദൈവം, 3 ആളുകൾ. പൂർണ്ണമായും ദൈവിക ആളായിരുന്ന പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വരികയാണ്. പൂർണ്ണമായും ദൈവിക ആളായിരിക്കുന്ന പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വരികയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അങ്ങനെ ഭൂമിയിൽ കൂടാരമടിക്കാൻ, മനുഷ്യനായി വരാൻ മറിയം എന്ന സ്ത്രീയുടെ അനുവാദം ചോദിച്ചു. ലൂക്ക 1:26 മുതൽ 37 വരെ. മറിയം സമ്മതം മൂളി. ലൂക്ക 1:38. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സർഗാത്മക പ്രവർത്തനത്താൽ മറിയം ദൈവപുത്രനെ ഗർഭം ധരിച്ചു. മത്തായി 1:18. 10-ാം മാസം അവൾ ശിശുവിനെ പ്രസവിച്ചു. ലൂക്ക 2:1-7. അവളിൽ നിന്ന് ജനിച്ച ശിശു പൂർണ്ണമായും ദൈവമായിരുന്നത് കൊണ്ട് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യം ചോദിക്കാം. ക്രിസ്തത്തോക്കോസ് ആണോ തെയോത്തോക്കോസ് ആണോ? മറിയത്തെക്കുറിച്ച് കത്തോലിക്ക സഭ ചർച്ച ചെയ്ത ഈ ഏറ്റവും ആദ്യത്തെ വിശ്വാസ സത്യമാണ് അവളുടെ ദൈവമാതൃത്വം. അതായത് സഭ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ഡോഗ്മ എന്ന് പറഞ്ഞാൽ സഭയിലുള്ളൊരു വിശ്വാസ സത്യമായിട്ട് ഉയർത്തുക, അല്ലാണ്ട് ഇല്ലാത്തൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഡോഗ്മ. ഞാൻ ഒന്ന് ആവർത്തിക്കുക. ഡോഗ്മ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സംശയമുണ്ട്. അതായത്
സഭയിൽ നിലവിലുള്ളൊരു വിശ്വാസത്തെ വിശ്വാസ സത്യമായിട്ട് ഉയർത്തി പ്രഖ്യാപിക്കുന്നതിനാണ് ഡോഗ്മ എന്ന് പറയണേ. അതായത് ഇല്ലാത്തൊരു വിശ്വാസം പ്രഖ്യാപനം കൊണ്ട് ഉണ്ടാക്കുകയല്ല. സഭയിൽ നിലനിൽക്കുന്ന പ്രാചീനമായി നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തെ ഒരു കുറച്ചുകൂടി ഔദ്യോഗിക തലത്തിൽ, കുറച്ചുകൂടി ആധികാരികമായി, കുറച്ചുകൂടി സാഘോഷമായി അതിനെ എല്ലാവരും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വിശ്വാസ സത്യമായി സഭ പ്രഖ്യാപിക്കുന്നതാണ് ഡോഗ്മ. അങ്ങനെ മറിയത്തെ സംബന്ധിച്ച് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ സംഗതിയാണ് അവളുടെ ദൈവമാതൃത്വം. റോമായുടെ ചക്രവർത്തിയായിരുന്ന തെയഡോഷ്യസ് രണ്ടാമൻ ക്രിസ്തുവർഷം 431 ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്രിസ്തീയ മെത്രന്മാരുടെ സൂനോദോസ് വിളിച്ചു കൂട്ടി. ഇപ്പോഴത്തെ തുർക്കിയിലുള്ള എഫേസസിൽ വെച്ചാണ് ആ സൂനോദോസ് സമ്മേളിച്ചത്. മറിയത്തെ തെയോത്തോക്കസ് എന്ന് വിളിക്കരുതെന്നും ക്രിസ്തോത്തോക്കോസ് എന്നാൽ ക്രിസ്തുവിൻ്റെ അമ്മ, അതായത് മിശിഹ ആയിരിക്കുന്നവന് ജന്മം കൊടുത്തവൾ, മിശിഹ ആയിരിക്കുന്നവന് ജന്മം കൊടുത്തവൾ, ക്രിസ്തുവായിരിക്കുന്നവന് ജന്മം കൊടുത്തവൾ എന്ന് വിളിക്കാവെന്നും നെസ്റ്റോറിയൻ പക്ഷക്കാർ വാദിച്ചു. അതായത് തെയോത്തോക്കോസ് വിളിക്കരുത്, ക്രിസ്തോത്തോക്കോസ് വിളിച്ചാൽ മതി എന്ന് നെസ്റ്റോറിയൻ പക്ഷക്കാർ അവർ വാദിച്ചു. ഈ നെസ്റ്റോറിയൻ പക്ഷം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എഫേസസ് സൂനോദോസ് മറിയത്തിന് ക്രിസ്തുവുമായുള്ള അതുല്യമായ ബന്ധം നിർവചിച്ച് തെയോത്തോക്കോസ് എന്ന ശീർഷകം കൊടുത്ത് ബഹുമാനിച്ചു. 1964 രണ്ടാം വത്തിക്കാൻ സൂനോദോസ് അത് വീണ്ടും സ്ഥിരീകരിച്ചു. ലൂമൻ ജെൻസിം എന്ന ആ രേഖയിൽ 53ാമത്തെ ഖണ്ഡം. അപ്പോൾ ഈ 431 എഫേസസ് സൂനോദോസിൽ വെച്ച് പ്രഖ്യാപിച്ചു. അതായത് ഈ വലിയ തർക്കം ഉണ്ടായിരുന്നു, തെയോത്തോക്കോസ് വേണോ ക്രിസ്തോത്തോക്കോസ് വേണോ. അത് ആ സൂനോദോസ് പറഞ്ഞു തെയോത്തോക്കോസ് ആണ് മറിയത്തിന് ഏറ്റവും ചേരുക. ക്രിസ്തോത്തോക്കോസ് പറഞ്ഞാൽ ക്രിസ്തു ദൈവമല്ല എന്നൊരു ഒരു സൂചന വരാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളതാണ് പോയിന്റ്. അതിനാൽ തെയോത്തോക്കോസ് ആണ് ക്രിസ്തോത്തോക്കോസ് എന്ന പേരിനേക്കാൾ അല്ലെങ്കിൽ ശീർഷകത്തെക്കാൾ നല്ലത് എന്ന് തീർപ്പ് കൽപ്പിച്ചു. അതായത് മറിയത്തെ തെയോത്തോക്കോസ് എന്ന് വിളിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചാൽ അവളുടെ മകൻ്റെ ദൈവിക ആളത്വത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് വരും. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് വിളിച്ചപ്പോൾ 2 രഹസ്യങ്ങൾ ഒരേ സമയം വെളിപ്പെടുത്തുകയായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ അതെന്താണ്? നസറത്തിലെ യേശു കർത്താവാണ്. അതാണ് ഒന്നാമത്തെ കാര്യം എലിസബത്ത് പറഞ്ഞത്. ആ നസറത്തിലെ യേശു കർത്താവാണ്, മറിയം കർത്താവിൻ്റെ അമ്മയാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന ആ സബ്ജയിൽ എലിസബത്ത് ഉദ്ദേശിച്ചത്. യേശു നസറത്തിലെ യേശു കർത്താവാണെന്നും ആ യേശുവിനെ പ്രസവിച്ച മറിയം കർത്താവിൻ്റെ അമ്മയാണെന്നും ഈ 2 കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇക്കാരണത്താൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നാം ഇങ്ങനെ വായിക്കണേ: മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി അവതരിച്ചവൻ, ജഡപ്രകാരം യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ മകനായിരുന്നവൻ, പരമപരിശുദ്ധ തൃത്വത്തിലെ 2ാമത്തെ ആളും പിതാവിൻ്റെ നിത്യപുത്രനുമല്ലാതെ മറ്റാരുമല്ല. തന്നിമിത്തം തിരുസഭ ഉദ്ഘോഷിക്കുന്നു, മറിയം യഥാർത്ഥത്തിൽ തെയോത്തോക്കോസ് ആണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 495. നിങ്ങളത് കത്തോലിക്ക സഭയുടെ മതബോധനം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും വായിക്കുന്നില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ തീർപ്പ് കൽപ്പിച്ചെങ്കിലും ആധുനികമായിട്ട് ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ നെസ്റ്റോറിയൻ വിശ്വാസം പിന്തുടരുന്ന പൗരസ്ത്യ അസീറിയൻ സഭയും കത്തോലിക്ക സഭയും തമ്മിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു. ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും സംബന്ധിച്ചുള്ള രഹസ്യം ഗ്രഹിക്കാനുള്ള പൊതുവായ ശ്രമമായിരുന്നു ചർച്ചകളൊക്കെ. അവയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഈ നെസ്റ്റോറിയൻ വിശ്വാസം പിന്തുടരുന്ന അസീറിയൻ സഭ, ഇറാഖിലെ ഈ കത്തോലിക്ക സഭയും അസീറിയൻ സഭയും തമ്മിലുള്ള ചർച്ചകളുടെ സമാപനം കുറിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിൻ്റെ പേരിങ്ങനെയാണ്: ദ കോമൺ ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷൻ ബിറ്റ്വീൻ ദ കാത്തലിക് ചർച്ച് ആൻഡ് ദ അസീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് 1994 നവംബർ 11 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പാത്രിയാർക്കീസ് ദിൻഹ നാലാമനും ഒപ്പുവെച്ച ആ പ്രഖ്യാപനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: നമ്മുടെ ദൈവവും കർത്താവുമായ ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം, മേരി ദ മദർ ഓഫ് ക്രൈസ്റ്റ്, അവർ ഗോഡ് ആൻഡ് സേവിയർ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് 1994 നവംബർ 11 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പാത്രിയാർക്കീസ് ദിൻഹ നാലാമനും ഒപ്പുവെച്ച പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്: നമ്മുടെ ദൈവവും കർത്താവുമായ ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം. നമ്മുടെ ദൈവവും കർത്താവുമായ ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം, മേരി ദ മദർ ഓഫ് ക്രൈസ്റ്റ്, അവർ ഗോഡ് ആൻഡ് അവർ സേവിയർ എന്ന് നെസ്റ്റോറിയൻ പക്ഷക്കാർ പറയുന്നതും
എന്ന് അവർ അങ്ങനെ പറയണേ എന്ന് നെസ്റ്റോറിയൻ പക്ഷക്കാർ പറയുന്നതും ദൈവമാതാവായി മറിയം എന്ന കത്തോലിക്കർ പറയുന്നതും ശരിയാണ്, നിയമാനുസൃതവുമാണ്. മേരി ദ മദർ ഓഫ് ഗാഡ്. ഞാൻ ഒന്നുകൂടി പറയാണ് കേട്ടോ. കാര്യം നെസ്റ്റോറിയൻ നെസ്റ്റോറിയസിൻ്റെ അനാഫ്രൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ പാഷാണ്ഡതയാണെന്ന് പറഞ്ഞ് വീണ്ടും എറണാകുളത്ത് നിന്ന് പുകിലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സീമയച്ചന്മാരും അതിനെതിരെ റിപ്പോർട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ നെസ്റ്റോറിയൻ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ചർച്ചകളുടെ വെളിച്ചത്തിലുണ്ടായ രേഖയിൽ എന്താ പറയണത്? നമ്മുടെ ദൈവവും കർത്താവുമായ ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയമെന്ന് നെസ്റ്റോറിയൻ പക്ഷക്കാർ പറയുന്നതും ദൈവമാതാവായ മറിയമെന്ന് കത്തോലിക്കർ പറയുന്നതും ശരിയാണ്, നിയമാനുസൃതമാണ്. മാത്രമല്ല മറിയത്തെ ക്രിസ്തോത്തോക്കോസ് എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. യൽദത്ത് മിശിഹ, യൽദത്ത് ആലാഹ എന്ന് മാത്രമല്ല യൽദത്ത് മിശിഹ എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. ക്രിസ്തോത്തോക്കോസ് എന്ന് വിളിക്കുന്നതിലും തെറ്റില്ല. ഇത് നെസ്റ്റോറിയൻ വിശ്വാസം പിന്തുടർന്ന അസീറിയൻ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള രേഖയിൽ ഒപ്പുവെച്ചിരിക്കുന്നതാ. നമ്മുടെ മാർപ്പാപ്പയും പാത്രിയാർക്കിസും ഈ അസീറിയൻ കിഴക്കിൻ്റെ അസീറിയൻ സഭയുടെ പാത്രിയാർക്കിസും ഒപ്പുവെച്ചിരിക്കുന്ന രേഖയെ പറയണേ. എന്നാൽ രണ്ട് കാര്യങ്ങൾ മനസ്സിരുത്തണം. ദൈവമാതാവ്, ഇത് രേഖയിലുള്ള കാര്യമല്ല, ഞാൻ പറയാണ്. ദൈവമാതാവ് എന്ന മറിയത്തെ വിശേഷിപ്പിക്കുമ്പോൾ ദൈവപിതാവിനെ അവൾ പ്രസവിച്ചുവെന്നോ പരിശുദ്ധ തൃത്വത്തെ അവൾ പ്രസവിച്ചുവെന്നോ ദൈവം നിലനിൽക്കുന്നതിന് മുമ്പ് മറിയം ഉണ്ടായിരുന്നുവെന്നോ ചിന്തിക്കാനേ പാടില്ല. അതായത് ദൈവമാതാവ് എന്ന് മറിയത്തെ വിളിക്കുന്നെങ്കിലും യേശുവിൻ്റെ ദൈവത്വം മറിയത്തിൽ നിന്ന് കിട്ടിയതല്ല. വചനമായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ചത് കൊണ്ടാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. മറിയം ദൈവമല്ല, ദേവിയല്ല, മനുഷ്യ സ്ത്രീയാണ്. അതേസമയം, അതാണ് രണ്ടാമത്തെ കാര്യം, അതേസമയം അവളിൽ നിന്ന് ജനിച്ചവൻ പൂർണ്ണമായും ദൈവമാണ്. അവളിൽ ജനിച്ചവൻ പൂർണ്ണമായും ദൈവമാണ്. യൽദത്ത് മിശിഹ ക്രിസ്തോത്തോക്കോസ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ ക്രിസ്തു, ആ മിശിഹ ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നുവെന്ന സത്യം തമസ്കരിക്കാനും പാടില്ല. യൽദത്ത് മിശിഹ ക്രിസ്തോത്തോക്കോസ് എന്ന് മറിയത്തെ വിളിക്കുമ്പോൾ ആ ക്രിസ്തു, ആ മിശിഹ ഒരേ സമയം ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന കാര്യം മറക്കാൻ പാടില്ല. ആ ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നും മത്തായി 16:16 ദൈവസ്വഭാവവും മനുഷ്യസ്വഭാവമുള്ള ഏക ദൈവിക ആളത്വമാണ് ക്രിസ്തുവിൻ്റെതെന്നും കൊളോസ്യ ലേഖനം 2:9 അംഗീകരിക്കുന്നുവെങ്കിൽ അവൻ ദൈവവും കർത്താവുമാണ്. യോഹന്നാൻ 20:28 അംഗീകരിക്കുന്നുവെങ്കിൽ ക്രിസ്തോത്തോക്കോസ് എന്ന ശീർഷകവും നിയമാനുസൃതമായി ഉപയോഗിക്കാം. അപ്പോൾ തെയോത്തോക്കോസ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് സവിശേഷ അർത്ഥമുണ്ട്. ക്രിസ്തോത്തോക്കോസ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നെസ്റ്റോറിയൻ പക്ഷക്കാരുടേത് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല ഇപ്പോൾ. കാരണം നെസ്റ്റോറിയൻ സഭയും കത്തോലിക്ക സഭയും ഒരു എഗ്രിമെന്റിൽ എത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ച്. ഞാൻ ഉപസംഹരിക്കുകയാണ്. നോക്കൂ, എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക്. നമ്മുടെ അമ്മ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടുന്നവളാണ് നമ്മുടെ ആധ്യാത്മിക അമ്മ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ആ അമ്മയെയാണ് നമുക്ക് യേശു തൻ്റെ അമ്മയെയാണ് നമുക്ക് അമ്മയായി നൽകിയിരിക്കുന്നത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇത് തിരുവചനമാണ്. ഇന്ന് യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരും ചെയ്യേണ്ടത് ഈ മറിയത്തെ സ്വീകരിക്കുക. അവൾ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടുന്നവളും ഈ വിശ്വാസത്തും ബൈബിളിൽ അങ്ങേറ്റം അടിയുറച്ചാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ചിലതൊക്കെ ആവർത്തിച്ചതിന് ക്ഷമിക്കണേ. കാരണം ഇതിനെ നിഷേധിക്കുന്ന കുറച്ച് പേരുള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ചത്. പിന്നെ കേട്ടിട്ടും മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ചത്. നിങ്ങൾ തുടക്കം തൊട്ട് കേൾക്കുക. തിരുവചനങ്ങളും സഭയുടെ പാരമ്പര്യങ്ങളും എല്ലാം അതിശക്തമായ പിന്തുണയുള്ള ഒരു സംഗതിയാണ്. പിന്നെ ചില വാക്കുകളുടെ ഉപയോഗിക്കുന്ന പോരായ്മയ്ക്ക് ഞാൻ സൂചിപ്പിച്ചു. ദൈവമാതാവ് എന്ന് പറയുന്നതും തെയോത്തോക്കോസ്, ക്രിസ്തോത്തോക്കോസ്, ഇതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് കേട്ട് ഈ ദൈവമാതാവിൻ്റെ തിരുനാള് മഹോത്സവം ആഘോഷിക്കുമ്പോൾ യേശു അവൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി. യേശു സ്നേഹിച്ച ശിഷ്യന്മാരെല്ലാവരും അവളെ സ്വീകരിച്ചു. നമ്മളും ആ സ്വീകരിക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യന്മാരുടെ കൂട്ടത്തിലാകട്ടെ. അവളോട് ബഹുമാനം, അവളോട് ആദരവ്, അവളുടെ മധ്യസ്ഥം, അങ്ങനെ അമ്മയോട് ചേർന്ന് യേശുവിനെ കാണുന്ന സഭയുണ്ടാകട്ടെ.